നമ്മൾ ദശപുഷ്പങ്ങളെ അവലംബിച്ചാണ് ക്ലാസ് എടുത്തു വരുന്നത്. ഇതിൽ 2 ദശപുഷ്പങ്ങളെ പരിചയപ്പെട്ടപ്പോൾ ദശപുഷ്പങ്ങളെ വെച്ചുള്ള യോഗ ഔഷധങ്ങളും ഏക ഔഷധങ്ങളും പഠിച്ചിട്ട് ബാക്കി പഠിക്കാം എന്ന് പറഞ്ഞാണ് തുടങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ. റൈറ്റ്? ഇതിൽ കുറേ യോഗങ്ങൾ എഴുതി. അതിൽ അവസാനം എഴുതിയത് തിപ്പലി പൊടിച്ച് കുരുമുളക് വിഴാലരി കഷായത്തിലും വിഷ്ണുക്രാന്തി പയ്യാനി ചെറുനാരങ്ങ നീറ്റിലും അരച്ച് ഗുളിക ഉരുട്ടി, അതാണെന്ന് തോന്നുന്നു. അടുത്തത് ആടലോടകത്തില നീര്. ചെറിയ ആടലോടകമാണ് കിട്ടാൻ ഇന്ന് കുറച്ച് പ്രയാസമാണ്. വലിയ ആടലോടകങ്ങളാണ് ഇന്ന് കൂടുതലും മാർക്കറ്റിൽ കിട്ടുന്നത്. അതിന് ഫലം കുറയും. ചിറ്റാടലോടകം, ആടലോടകത്തല നീര്, പൂവാൻ കുറുന്തില നീര്, അതാണ് അതിലെ ദശപുഷ്പം ചേരുന്നത്. സമം എള്ളെണ്ണ, നീരിന് സമം എള്ളെണ്ണ. ജീരകം കൽക്കം ചേർത്ത് കാച്ചി തേച്ചാൽ പനി പോകും. എണ്ണകളൊക്കെ പഴയ കാലത്തൊരു 100 ml കണക്കിന് കാച്ചി, അപ്പോൾ അതിൻ്റെ ഗുണം വളരെ കൂടും. കാരണം വളരെ കുറച്ചേ കാച്ചേണ്ടതുള്ളൂ, അനാവശ്യമായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല. കാച്ചി വീടുകളിൽ സാധാരണഗതിയിൽ കൊമ്പ് ഡബ്ബയിൽ സൂക്ഷിക്കും. പശുവിൻ്റെ കൊമ്പ് പൊഴിഞ്ഞു പോകും. അപ്പോൾ അതെടുത്തു വച്ചിട്ട് അതിനുള്ളിലാക്കി അതിനൊരു അടപ്പിട്ട് കൃത്യമായി പുകയത്തോ എവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിട്ടേക്കും. അപ്പോൾ ആർക്കെങ്കിലും പനി വരുമ്പോൾ അതെടുത്ത് ഒരല്പം പരട്ടി കൊടുത്താൽ അന്നേരം മാറും. ഇന്നത്തെ പോലുള്ള വൈഷമ്യമില്ല. അവനവൻ്റെ ആവശ്യത്തിന് അവനവൻ ഉണ്ടാക്കുന്നത് കൊണ്ട് മായമുണ്ടാവില്ല. ആരോഗ്യരംഗം വ്യാവസായികമായി പുരോഗമിക്കരുതെന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ കാഴ്ചപ്പാട്. അതാണ് തെറ്റിപ്പോയി എന്ന് ആധുനികർ വ്യാഖ്യാനിക്കുന്നു. വ്യാവസായിക തലങ്ങളിലേക്ക് വികസിക്കാത്ത ഒരു തലമാണ് ഭക്ഷണ പാനീയ വൈദ്യ രംഗങ്ങൾ. ഒരു രാജ്യം അതിൻ്റെ പുരോഗതിയിലേക്ക് പോകുന്നതിന് വൈദ്യശാസ്ത്രവും വിദ്യാഭ്യാസവും വ്യാവസായികമാക്കരുതെന്നുള്ളതായിരുന്നു പ്രാചീന കാഴ്ച. കാരണം വ്യവസായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലെ ഉപഭോക്താവും ഉപഭോഗ ഉൽപ്പന്നവും അത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരന് തമ്മിലുള്ള ബന്ധമാണ്. ഒരു തൊഴിലെന്ന നിലയിൽ ഇവ വികസിക്കുമ്പോൾ അതിനെ മാത്രം അവലംബിച്ച് ജീവിതം കൊണ്ടുപോകുമ്പോൾ അവിടെ വരുമാനം നിത്യവും ആവശ്യമായി വരുന്നതുകൊണ്ട് തൊഴിൽ സൃഷ്ടിക്കപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ രോഗങ്ങളെ സൃഷ്ടിക്കപ്പെടേണ്ടി വരും. ഏതൊരു രാജ്യം അധ്വാനമില്ലാത്ത തൊഴിലുകളെ കണ്ടെത്തുന്നു, അതിനുപോൽബലകങ്ങളായ കോഴ്സുകളെ കണ്ടെത്തുന്നു, അതിനനുസരിച്ച് വിദ്യാഭ്യാസത്തെ രൂപാന്തരപ്പെടുത്തുന്നു, ആ രാജ്യം അസ്വസ്ഥതകളുടെ രാജ്യമായി മാറും.
ഭരണാധികാരികൾക്ക് പോലും പിന്നീട് ഭരണം മര്യാദാമസൃണമായി കൊണ്ടുപോകാൻ പറ്റാതെ വരും. തൊഴിലാളിയും മുതലാളിയും അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വിവിധ വർഗങ്ങളുമെല്ലാം പരസ്പരം പോരടിക്കുകയും ഒപ്പം പരസ്പരം ചൂഷണം ചെയ്യുകയും ഇതെല്ലാം ചെയ്യുമ്പോഴും പരിഹാരമുണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് പഴയ ആളുകൾ ഇത്തരം കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത്. അതിൻ്റെ പേരിലാണ് പഴയ ഭരണ സംവിധാനങ്ങളെയൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുവാൻ ആധുനികന് കഴിഞ്ഞത്. എപ്പോഴാണോ മനുഷ്യൻ അവൻ്റെ പ്രകൃതിയിൽ നിന്ന്, അവന് ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് പിൻവലിയുന്നത്, അപ്പോഴെല്ലാം അവനിലൊരു ചൂഷകൻ ഉടലെടുക്കും. അത് തൊഴിലാളിയായാലും മുതലാളിയായാലും. അതിന് പാകത്തിനാണ് ആധുനിക വിദ്യാഭ്യാസം പലപ്പോഴും ലഭിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് ആർക്കാണ് കൂടുതൽ പ്രയോജനം എന്നത് അന്വേഷിക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. അധ്വാനിച്ച് ആരോഗ്യത്തോടുകൂടി ജീവിതം നയിച്ചു പോന്ന ഇന്ത്യൻ ജനത അധ്വാനിക്കാതെ ജീവിക്കുവാനുള്ള സങ്കല്പങ്ങൾ തങ്ങളുടെ മക്കളിൽ സ്വപ്നം കാണാൻ തുടങ്ങിയത് മുതലാണ് ഇത് ആവിർഭവിച്ചത്. അവരെ സ്വാധീനിച്ച് പണമുണ്ടാക്കുവാൻ തയ്യാറായ വിദ്യാഭ്യാസ വണിക്കുകൾ അതിനുപോൽബലകങ്ങളായ കോഴ്സുകൾ രൂപാന്തരപ്പെടുത്തി. മാധ്യമങ്ങൾ അതിനെ വല്ലാതെ ശ്ലാഘിച്ചു. ഭരണാധികാരികൾ അതിന് അനുമതി നൽകി. ഫലമായി എല്ലാ രംഗത്തും വിദ്യാഭ്യാസം, വൈദ്യശാസ്ത്രം, ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇവയുടെ എല്ലാം കച്ചവടം കൊണ്ടുപിടിച്ച് നടക്കാനിടയായി. അതൊരു രാജ്യത്തിലെ ജനതയെ ഏതാണ്ട് മുക്കാൽ പങ്കും രോഗികളാക്കി മാറ്റി. എല്ലാ രംഗത്തും ശൂന്യത വിതയ്ക്കുവാനും അത് കാരണമായി തീർന്നു. അത്തരമൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ചരിത്രപരമായി പഠിക്കുമ്പോൾ പഴയ ആളുകൾ താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ് അറിവുകൾ നേടിയത്. മറ്റുള്ളവർ അധ്വാനിച്ച് എവിടെയെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവിനെ ഇടത്തട്ടുകാർക്ക് കാശുണ്ടാക്കാവുന്ന വിധം കയറ്റി അയക്കുന്ന പ്രക്രിയ
ഇറക്കുമതി ചെയ്യുന്ന പ്രക്രിയ, അതിനെയാണ് ഗവൺമെന്റുകൾ ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്. കേരളം ഇന്നൊരു സ്വയം പര്യാപ്ത രാജ്യമല്ല, സംസ്ഥാനമല്ല നെല്ലിനെ സംബന്ധിച്ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അരി കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിദേശങ്ങളിൽ നിന്ന് പോലും അരി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിൽ കേരളത്തിലെ മില്ലുകൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അരി സൗദി അറേബ്യയിലേക്കും ദുബായിലേക്കുമൊക്കെ കയറ്റി അയക്കുന്നു. അതിനെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നു. അതിന് പലതരം ആനുകൂല്യങ്ങൾ നൽകുന്നു. അതിന് ഏജന്റന്മാർ ഓടി നടക്കുന്നു എന്ന് അറിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല. ഇവിടെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും ബുദ്ധിമുട്ടുകൾ, ചെലവുകൾ അത് കൊണ്ടെത്തിക്കുന്ന വാഹനങ്ങൾ, അതിന് വിനിയോഗിക്കേണ്ടി വരുന്ന പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, അതിൽ പങ്കെടുക്കേണ്ടി വരുന്ന ആളുകളുടെ അധ്വാനം, അത്തരം വാഹനങ്ങൾ തെരുവിൽ ഓടുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, അതിനുവേണ്ടി ജനങ്ങളുടെ ടാക്സ് പിരിച്ച് അതിനെ നിയന്ത്രിക്കുവാനുണ്ടാക്കിയിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, അതിനായി സൂക്ഷിപ്പുശാലകൾ, സംഭരണശാലകൾ, ഇവയെല്ലാം ചെയ്ത് ഈ സാധനം അന്യരാജ്യത്തെത്തിക്കുക, അവിടുന്ന് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരിക, ഇവിടുത്തത് ഇവിടെ ഉപയോഗിക്കുക, അവിടുത്തത് അവിടെ ഉപയോഗിക്കുക എന്നത് പോലുമല്ല നയം. അരി എന്ന പേരിൽ കൊണ്ടുപോകുന്ന വസ്തുവിലൂടെ കടന്നു പോകുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകൾ, കഞ്ചാവ്, ഹീറോയിൻ തുടങ്ങിയ മാരക വസ്തുക്കളും മറ്റൊരു പിന്നാമ്പുറ കാഴ്ചയുമാണ്. ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ സ്വയം പര്യാപ്തത നേടുന്നതുവരെ ഒരു വസ്തുവും ഒരു പ്രദേശത്ത് നിന്ന് നീക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ജനജീവിതം സ്വച്ഛന്തമാവുക. ആധുനിക സാമ്പത്തിക വിദഗ്ധന്മാരും ആധുനിക ഭരണാധികാരികളും കൊളോണിയലിസത്തിന് പറ്റിയ വിദ്യാഭ്യാസം തന്ന് സൂത്രവാക്യങ്ങൾ രൂപപ്പെടുത്തി ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് തൊഴിൽ മേഖലകൾ വർദ്ധിക്കുന്നു എന്ന് കാണിച്ച് വഞ്ചിക്കുവാനിടയാകുന്നതും ഇത്തരുണത്തിലാണ്. ഒട്ടേറെ പ്രശ്നങ്ങളെ ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയുന്ന
വഴി എന്തുകൊണ്ടാണ് ആധുനികർ ഇത്രയും പരിഷ്കൃതരായിരുന്നിട്ട് കൂടി തെരഞ്ഞെടുക്കാത്തത്? പ്രാദേശികമായി ആളുകൾക്ക് ആഹരിക്കുവാനുള്ള വസ്തുക്കളെ സമാഹരിച്ചു മാറ്റുമ്പോൾ അവിടെ കൃത്രിമമായുണ്ടാകുന്ന ദാരിദ്ര്യം അതിനായി ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ, അതിൻ്റെ സംഭരണശാലകൾ, അത് സൂക്ഷിച്ചു വയ്ക്കുവാൻ ചേർക്കുന്ന കെമിക്കലുകൾ, അതുളവാക്കുന്ന രോഗങ്ങൾ, സുതാര്യതയില്ലാത്ത ആധുനികന്റെ ജീവിതത്തിൽ ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാം ആരെങ്കിലും ഉണ്ടാക്കിത്തരണം എന്നൊരവബോധം ജനതയ്ക്കുണ്ടായത്. നിങ്ങളിത് പഠിക്കുമ്പോൾ, ഇത് എഴുതിയെടുത്തുകൊണ്ട് പോകുമ്പോൾ, ഇത് കേട്ടിട്ട് പോകുമ്പോൾ ചുരുങ്ങിയ പക്ഷം ഒരു തൈലമെങ്കിലും ഉണ്ടാക്കി വീട്ടിലൊന്ന് വെച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ജ്വരം വരുമ്പോൾ ഒന്ന് തേപ്പിച്ച് നോക്കുക. പലപ്പോഴും പല മാരക രോഗങ്ങളിലേക്കും വഴിമാറുന്ന പനികൾ അല്പം കൊണ്ട് മാറിക്കിട്ടുകയാണെങ്കിൽ അയൽവക്കത്തുള്ളവനൊരു ചോദ്യം ചോദിക്കും, എങ്ങനെയാണ് ആ കുട്ടിയുടെ പനി മാറി? ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ശരിയാണെന്നൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല, പക്ഷെ ഞാനിങ്ങനെ പഴയൊരു കുറിപ്പടി എൻ്റെ വീട്ടിൽ കിടന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അവിടെ ചികിത്സയെല്ലാം കഴിഞ്ഞ് മാരകമായ ബുദ്ധിമുട്ടിൽപ്പെട്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവനും ചിന്തിക്കാൻ തുടങ്ങും. അത്തരമൊരു ചിന്ത അവനെ പരിണമിപ്പിക്കും. സാങ്കേതിക ഔപചാരിക വിദ്യാഭ്യാസങ്ങൾക്കപ്പുറം ഒരു പ്രായോഗിക പാരസ്പര്യമുള്ള വിദ്യാഭ്യാസം ജനങ്ങളുടെ ഇടയിൽ ഉടലെടുക്കും. പരിണാമത്തിനു വേണ്ടി സംഘടിത ശക്തികളോ പരിണാമം വരുത്തുവാൻ വേണ്ടി സമരങ്ങളോ ഇല്ലാതെ ശരിയായ വിദ്യാഭ്യാസം കൊണ്ട് ജനത മാറും. മാറുന്ന അവർക്കനുഗുണമായ ഭരണ സംവിധാനങ്ങൾ അപ്പോൾ വരികയും ചെയ്യും. അതുകൊണ്ട് ഈ പഴയ അറിവിന് ഒരുപാട് മാറ്റം വരുത്തുവാൻ കഴിയും. ചിന്തിച്ചു നോക്കിയാൽ എളുപ്പമാണ്. സംഭവം വന്നതുകൊണ്ട് വിഷയത്തിൽ നിന്ന് അല്പം മാറിപ്പറഞ്ഞതാണ്. ആലോചിച്ച് നിങ്ങൾക്ക് ചെയ്യാം. തലയിലും ദേഹത്തും ഒക്കെ പുരട്ടാം. ഏറ്റവും നല്ലതാണ്. പൂർണ്ണമായി പനി ശമിക്കുന്നതാണ്. 100 ml എണ്ണ എടുക്കാം. നീരെത്രയാണോ അത്രയും എണ്ണ എടുക്കാം. ഒരു ലിറ്ററിന് 20 ഗ്രാമാണ് കൽക്കൻ. പൊതുവെയുള്ള നില അളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ അതെടുക്കാം. അതായത് നാഴിക്ക് ഒരു കഴഞ്ച്, 4 നാഴിയാണ് ഒരിടങ്ങഴി.
അതുകൊണ്ടാണ് 20 ഗ്രാം. 5 ഗ്രാം എന്ന കണക്കിനെടുത്തിട്ട് 4 5 20. നല്ലൊരു അരച്ച് ചേർക്കണം, എങ്കിൽ മാത്രമേ പാകമറിയാൻ പറ്റൂ. ഇടങ്ങഴിക്ക് 20 ഗ്രാം, 5 ഗ്രാം ഒരു കഴഞ്ചെന്നുള്ള കണക്കെടുക്കും. കൽക്കൻ നല്ല പോലെ അരച്ച് ചേർക്കണം. ചതച്ചിട്ടാലോ ഒക്കെ വരുന്ന കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ പാകം ചിലപ്പോൾ തെറ്റും. മെഴുപ്പാകമൊന്നും കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. പിന്നെ മേടിക്കുന്ന എള്ളെണ്ണയാണെങ്കിൽ തീരെ പറ്റില്ല. മേടിക്കുന്ന എള്ളെണ്ണ പലപ്പോഴും പതയില്ല. ഏതാണ്ട് പാകാവും. പക്ഷേ മേടിക്കുന്ന എള്ളെണ്ണ പതയില്ല. മേടിക്കുന്ന എള്ളെണ്ണ പലപ്പോഴും കരിയുകയേ ഉള്ളൂ. അതിൻ്റെ കാരണം അതിനകത്ത് എള്ളെണ്ണയോടൊപ്പം ലിക്വിഡ് പെട്രോളിയമുണ്ട്, ലിക്വിഡ് പാരഫിനുണ്ട്. അതുകൊണ്ട് എണ്ണയുടെ മണം മുമ്പിൽ നിൽക്കുമെങ്കിലും എള്ളെണ്ണ തനിച്ചല്ല. പിന്നെ മറ്റു മായങ്ങൾ വേറെയും, റബ്ബർ എണ്ണ അതുപോലുള്ളതൊക്കെ വേറെ. അതുകൊണ്ട് പലപ്പോഴും ഒറിജിനൽ എള്ളെണ്ണ കിട്ടില്ല. അതിന് നിങ്ങൾ ആകെ ഒരു 5000 രൂപ കൊടുത്താൽ നാഗപ്പൂർ ആണെന്ന് തോന്നുന്നു. നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ കയറി നോക്കുക, കണ്ടേക്കുമായിരിക്കും. കൈകൊണ്ട് കറക്കി എണ്ണ എടുക്കാവുന്ന ഉപകരണമുണ്ട്. തേങ്ങയും എള്ളും ഒക്കെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. കണ്ടിട്ടുണ്ട്. കൈകൊണ്ട് കറക്കിയാൽ മതി. തേങ്ങ എണ്ണ എടുക്കാൻ വളരെ കുറഞ്ഞ സമയം മതി. എള്ളും ആവണക്കിൻ കുരുവൊക്കെ എടുക്കാൻ ചിലപ്പോൾ മണിക്കൂർ വേണ്ടി വരും, കൂടുതൽ സമയം വേണ്ടി വരും. അതിൻ്റെ പിണ്ണാക്ക് വേറൊരു സൈഡിൽ കൂടെ വരും, എണ്ണ ഒരു സൈഡിൽ കൂടെ വരും. അപ്പോൾ കുറച്ച് 1 കിലോയോ 2 കിലോയോ എള്ളു വാങ്ങിച്ചങ്ങിട്ട് കറക്കിയാൽ എണ്ണ കിട്ടും. കൈകൊണ്ട് കറക്കുന്ന മെഷീനുണ്ട്. നാഗ്പൂരിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നാഗപ്പൂരാണെന്നാണ് എൻ്റെ ഓർമ്മ. നെറ്റിൽ കാണുമായിരിക്കും. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചു വെച്ച് വീട്ടിൽ എണ്ണ എടുത്ത് ചെയ്തു നോക്കണം. അല്ലാതെ നിങ്ങൾ എണ്ണ വാങ്ങിച്ച് ചെയ്തിട്ട് ഫലം വിപരീതമായാൽ അത് എള്ളെണ്ണയല്ല നിങ്ങൾ ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കണം. തേങ്ങയ്ക്ക് വെന്തും എടുക്കാം, എള്ളിനും വെന്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരാതിരിക്കാമായിരുന്നു. വീട്ടിൽ ഇത്തരം കാര്യങ്ങളോട് നിങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളൊരു വല്ലാത്ത അഭിമാനം ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ. കാരണം നിങ്ങൾ വിദ്യാഭ്യാസത്തിന് പോകുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തുകൂടാ എന്നുണ്ട്. അതാണ് വലിയൊരു പ്രശ്നം. നിങ്ങളുടെ അച്ഛനമ്മമാരും അത് ഇഷ്ടപ്പെടുന്നില്ല. പഠിക്കാൻ ആണ് നിന്നെ വിട്ടിരിക്കുന്നത്, നിന്നെ പറമ്പിൽ പണിയാനല്ല വിട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കുട്ടി താല്പര്യം കൊണ്ട് പറമ്പിൽ പണിയുന്നവരോ അല്ലെങ്കിൽ തൂത്തുവാരുന്നവരോ ആയവരെ സഹായിക്കാൻ വീട്ടിലൊന്ന് ഒരുങ്ങിയാലും അത് സ്റ്റാൻഡേർഡല്ല. പുതിയ പെൺകുട്ടികൾ പോലും പാത്രം കഴുകുക, വീട് വൃത്തിയാക്കുക ഇതൊക്കെ തങ്ങളുടെ ജോലിയല്ല എന്നൊരു സങ്കല്പത്തിലാണ് വളരുന്നത്. വിവാഹം കഴിക്കുന്നതുവരെ തങ്ങളുടെ വസ്ത്രങ്ങൾ നനയ്ക്കുകയും സ്വയം തേക്കുകയും ചെയ്തിരുന്ന പുരുഷന്മാർ പോലും വിവാഹം കഴിയുമ്പോൾ
തൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും എല്ലാം വസ്ത്രങ്ങൾ വാഷിംഗ് മെഷീനിൽ അലക്കുകയും അത് തേക്കാൻ തമിഴനെ കണ്ടുപിടിക്കുകയും. Am I right? Am I right? അതുകൊണ്ട് തമിഴ്നാട്ടുകാർ ധാരാളമായി വീട്ടു പഠിക്കൽ കൂടെ വന്ന് തേച്ച് തരും. അങ്ങനൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളെങ്കിൽ പോലും പലപ്പോഴും ഒരു മത്സര ബുദ്ധി കൊണ്ട് ഭാര്യയ്ക്കൊരു തേപ്പ് വെട്ടിയും ഭർത്താവിനൊരു തേപ്പ് വെട്ടിയും അച്ഛനൊരു തേപ്പ് വെട്ടിയും അമ്മയ്ക്കൊരു തേപ്പ് വെട്ടിയും വീട്ടിൽ മേടിച്ചു വെച്ചിട്ട് തമിഴൻ തേച്ചു തരുന്ന പ്രത്യേകത. അങ്ങനെയാണ് കാണപ്പെടുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്നൊരു സംശയം തോന്നുന്ന ഒരു ചളിപ്പ് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ടാണ് സംശയം. അതിന് പകരം കാരണം ഒരു തൊഴിലും ചെയ്യാതിരിക്കാനാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം. വെറുതെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സങ്കല്പങ്ങൾ മനസ്സിൽ കൊടുത്താണ് കുട്ടികളെ കഴിഞ്ഞ തലമുറ വളർത്തിയത്. അതിൻ്റെ ദുരന്ത ദുശങ്കയാണ് ഇന്ന് രാജ്യം നേരിടുന്നത്. ഒരാളും താൻ അധ്വാനിച്ചതിനേക്കാൾ കൂടുതൽ തൻ്റെ മക്കൾ അധ്വാനിച്ച് ജീവിക്കണം എന്ന സങ്കല്പത്തിലല്ല കഴിഞ്ഞ തലമുറ വളർത്തിയത്. പഴയ ആളുകൾ വളർത്തിയത് താൻ എത്ര അധ്വാനിച്ചുവോ അതിൽ കൂടുതൽ അധ്വാനിച്ചവൻ ജീവിച്ചാൽ മതി എന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് പരമ്പരയാ സുഖം ലഭിച്ചു. താൻ അധ്വാനിച്ചതൊന്നും തൻ്റെ മക്കൾ അധ്വാനിക്കരുത് എന്ന് വിചാരിച്ച് സമ്പാദിക്കുകയും വളർത്തുകയും അതേസമയം താൻ അധ്വാനിച്ചത് കേമമാണെന്ന് അധ്വാനം സങ്കല്പമില്ലാത്ത മക്കളോട് പറഞ്ഞ് ഇളിഭ്യരാവുകയും ചെയ്യുന്ന മാതാപിതാക്കളെയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നത്. പ്രായമെത്തിയ മക്കളോട് തങ്ങൾ അധ്വാനിച്ചതിൻ്റെയും കഷ്ടപ്പെട്ടതിൻ്റെയും ചരിത്രം പറയുമ്പോൾ ആ മക്കൾക്ക് തന്നെ തന്തപ്പടിയോട് പുച്ഛമാണ് തോന്നുക. Is it right? അതുകൊണ്ട് വീട്ടിൽ ഇതൊക്കെ സ്വയം ഉണ്ടാക്കണം. ഉണ്ടാക്കുമ്പോൾ ആദ്യം പാകം തെറ്റും. വളരെ കുറച്ചാകുമ്പോൾ നന്നായി ഉണ്ടാക്കാൻ പറ്റും. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 1000 ലിറ്റർ 2000 ലിറ്റർ ഒന്നിച്ച് അടുപ്പയിലിടുന്നതാണ്. പാകം തെറ്റിയാൽ 2000 ലിറ്ററിനും തെറ്റും. മനസ്സിലായില്ല? എടുത്ത് കളയാനൊന്നും പറ്റുകയില്ല. കടകളിലാകുമ്പോൾ ഇത് കഷായമൊക്കെ വെക്കുന്ന ദിവസം അടുപ്പത്തിടുന്നു, എല്ലാ മരുന്നും സമാഹരിച്ചു, എല്ലാം കിട്ടിയില്ല. കാത്തിരിക്കാൻ പറ്റില്ല, മാർക്കറ്റിലേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് ഉള്ളത് വാരി കിട്ടും. രണ്ട്, ഇത് സമാഹരിക്കുന്നിടത്ത് ഉദ്യോഗസ്ഥരായിരിക്കുന്ന പല രംഗത്തും സ്റ്റോറിൽ അവിടെ ഇവിടെയൊക്കെ ഒരു തൊഴിലാണ്.
ആ നിലയിലാകുമ്പോൾ സാധനങ്ങൾ ക്വാളിറ്റി ഇല്ലാത്തതും ചിലപ്പോൾ വന്നുപോയി. കാരണം തങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നതല്ല. ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ നല്ല കമ്മീഷൻ കൊടുത്ത് കയറ്റിവിടും. കിട്ടാത്ത സാധനങ്ങൾ ഇല്ലാതെ കാച്ചും. അടുപ്പത്ത് വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ പ്രത്യേകതയിൽ ഒരു ഹർത്താൽ വരുന്നത്. തൊഴിലാളികൾ അടച്ചുപൂട്ടി വീട്ടിൽ പോകും. അടുത്ത ദിവസവും ഹർത്താലായി. വ്യാഴവും വെള്ളി. ശനിയാഴ്ച ഒരു പൊതുവഴിവും ഒന്ന് ഞായറാഴ്ച ഹോളിഡേയും ആയാൽ തിങ്കളാഴ്ച വരുമ്പോഴേക്ക് ഈ കഷായമൊക്കെ വളിച്ച് കുളിച്ച് നാനാവിധമായി കിടക്കും. അതിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാച്ചി തരുന്നത്. കളയാനാവില്ല. ലോണെടുത്തായിരിക്കും സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. കയ്യിലെ കാശ് കളഞ്ഞ് നിലനിൽപ്പ് നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെ സംഭവിക്കും. മറിച്ച് വളരെ ചെറിയ അളവിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അതിൻ്റെ പ്രയോജനം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, തനിക്കും മക്കൾക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതാരോഗ്യത്തിനുള്ളൊരു വൈദ്യശാസ്ത്രം ഒരു ഗവൺമെന്റിൻ്റെയും നിയമത്തിനുള്ളിലല്ലാതെ രൂപപ്പെടും. മറ്റാർക്കും വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ചെയ്തു നോക്കാൻ കഴിയുമെങ്കിൽ മാത്രമാണ് ഈ പഠനം പ്രയോജനപ്രദമാകുന്നത്. അക്കാഡമിക്കായി പഠിച്ചിട്ടുള്ള ഔപചാരിക വിദ്യാഭ്യാസം നേടിയ നിങ്ങൾ ഇതൊക്കെ പഠിക്കാൻ എത്തിയത് പോലും അതിനായിരിക്കില്ല. ഇതും കുറച്ചറിയാം എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ഇതിൽ നിന്ന് 2 ചെടിയുടെ പേരോ മറ്റുള്ളതോ പറയാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ. അത് പ്രയോജനപ്രദമല്ല. ഇതാണ് പ്രയോജനപ്രദം എന്ന് ഓർമ്മിപ്പിക്കുവാനാണ് അത് സൂചിപ്പിച്ചത്. ഏത് എള്ളെണ്ണ. ഇതിൽ എള്ളെണ്ണ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എണ്ണ എന്ന് മാത്രം പറഞ്ഞാലും എള്ളെണ്ണ. തേങ്ങ എള്ളു വെന്തും എണ്ണ എടുക്കാം. എല്ലാ എണ്ണ കുരുക്കളും വെന്തെണ്ണ എടുക്കാം. ഒരു സംശയവുമില്ല. ഉണക്ക എള്ള് അടുപ്പത്തിട്ട് വേവിച്ചാൽ, വെള്ളത്തിലിട്ട് വേവിച്ചാൽ എണ്ണ തെളിയും. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ, നല്ല പോലെ വേവിച്ച് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അരിച്ചെടുത്ത് വറ്റിച്ചാൽ തേങ്ങയുടെ എണ്ണ പോലെ തന്നെ കിട്ടും. എള്ള അരച്ച് വെള്ളത്തിൽ കലക്കി അടുപ്പത്ത് വെച്ച് വറ്റിച്ചാൽ എണ്ണ കിട്ടും. വെന്തെണ്ണ എടുക്കാം, വെയിലത്ത് വെച്ച് എണ്ണ എടുക്കാം. ആദിമകാലത്ത് നല്ല വെയിലുള്ളപ്പോൾ അരച്ചു വെയിലത്തേക്ക് അങ്ങനെയും എണ്ണ എടുക്കും. എണ്ണക്കുരുക്കളിൽ നിന്ന് പലതരത്തിൽ എണ്ണ എടുക്കാം. പല പ്രോസസ്സുണ്ട്. കുഴിത്തൈലമായി എടുക്കാം. അതായത് ഒരു ചട്ടിക്കകത്ത് എണ്ണക്കുരു ഏതാണ്, എള്ളാണെങ്കിൽ എള്ള്, തേങ്ങയാണെങ്കിൽ തേങ്ങ, തലമുടിയാണെങ്കിൽ തലമുടി, മുട്ടയാണെങ്കിൽ മുട്ട, അതിനകത്തിട്ട് വേറൊരു ചട്ടി കൊണ്ട് അടച്ച് ശീലമൺ ചെയ്ത് താഴത്തെ ചട്ടി ഒരു കുഴിയെടുത്ത് അതിനകത്തേക്ക് ഇറക്കി വെച്ച് മുകളിലത്തെ ചട്ടി മുകളിൽ നിൽക്കത്തക്ക വിധത്തിലായി മണലിട്ട് അതിൻ്റെ മുകളിൽ തീ കത്തിച്ചു കഴിഞ്ഞാൽ ആ തീയുടെ ചൂട് കൊണ്ട് അകത്ത് ഒരു ചൂട് ക്രിയേറ്റ് ചെയ്ത് അടിയിലിട്ടിരിക്കുന്ന ദ്വാരത്തിനടിയിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് എണ്ണ കൂടി. അങ്ങനെ എടുക്കുന്നതിന് കുഴിത്തൈലം എന്ന് പറയും. ഇതെല്ലാം സാധ്യമാണ്. പ്രസ് ചെയ്തെടുക്കുന്നത് ഒരു വഴി. അതാണ്
എസ്പെല്ലറിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിലാണ്. ഇത് പച്ചയിൽ നിന്നെടുക്കാം, ഉണക്കയിൽ നിന്നെടുക്കാം. എല്ലാത്തിനും സംവിധാനങ്ങൾ പഴമക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അവർ കണ്ടെത്തിയതൊക്കെ ക്രൂഡ് ഫോംസ് ആണെന്ന് മാത്രം. അതിനെ ഉപകരണങ്ങൾ കുറെ കൂടെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് എടുക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ എണ്ണ മുഴുവൻ എടുത്തു കഴിഞ്ഞ പിണ്ണാക്ക് അത് വെന്ത് എണ്ണ എടുക്കുന്നുണ്ട് സോപ്പിനുമൊക്കെ വേണ്ടി. അല്ലാതെ പിണ്ണാക്ക് ഓരോ മില്ലിൽ നിന്നും പിണ്ണാക്ക് പോകുന്നത് വീണ്ടും എണ്ണയെടുക്കുന്നതിനാണ്. അങ്ങനെ കോടീശ്വരന്മാരായവർ കേരളത്തിലുണ്ട്. അത്തരം ഫാക്ടറികളുണ്ട്. സുപ്രിയാന്നോ അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു. വലിയ കമ്പനി തന്നെയാണ്. ഒരു എറണാകുളം. അവർ എണ്ണ മുഴുവൻ എടുത്തു കഴിഞ്ഞ പിണ്ണാക്കിൽ നിന്നാണ് വീണ്ടും എണ്ണ എടുക്കുന്നത്. അത് കേൾക്കുമ്പോൾ തവിടിൽ നിന്ന് എടുക്കുന്നത് ആദ്യത്തെ എടുപ്പാണല്ലോ. ഇതല്ല പറഞ്ഞേ, എണ്ണ എടുത്ത് കഴിഞ്ഞ എസ്പെല്ലറിൽ എണ്ണ എടുത്ത് കഴിഞ്ഞുള്ള പിണ്ണാക്കില്ല. അതിൽ വീണ്ടും എണ്ണയുടെ അംശമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കാരണം വെച്ചാൽ അതിലെണ്ണയുണ്ട്, പൊടിച്ചിട്ട് തേക്കും. അത് മരച്ചക്കിലാട്ടിയതാണെങ്കിൽ കൂടുതൽ എണ്ണയുണ്ട്.